ദുരന്തഭൂമിയായ ചൂരൽമലയിലെ അതിജീവിച്ചവർ നന്ദിയോടെ ഓർക്കുന്ന ഒരു പേരുണ്ട്. പ്രജീഷ് എന്നാണ് അയാളുടെ പേര്. 36 വയസ്സ് മാത്രമാണ് പ്രായം. ഉരുൾപൊട്ടിയ ആ ദിവസം രാത്രി, ആദ്യത്തെ ഉരുൾപൊട്ടിയതിന് പിന്നാലെ ജീപ്പുമായി മലകൾ കയറിയിറങ്ങി പ്രജീഷ് രക്ഷിച്ചത് ഏതാണ്ട് 100ഓളം പേരെയാണ്. 12:01 മണിയാകുമ്പോൾ പ്രജീഷിന്റെ ഫോൺ വന്നു. ബാലേട്ടാ, നിങ്ങൾ എത്രയും പെട്ടെന്ന് അവിടെ നിന്നുള്ള ആളുകളെ കൂട്ടിയിട്ട് വാ, ഇവിടെ കുറേ ആളുകൾ കുടുങ്ങി കിടക്കുന്നുണ്ട്, അവരൊക്കെ ഒന്ന് രക്ഷപ്പെടുത്തണം, നിങ്ങൾ അവിടെ കിടന്നുറങ്ങല്ലേ. അവസാനം ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ എല്ലാവരും കൂട്ടി 10 പേരെ കൂട്ടി. അതിൻ്റെ ഇടയിൽ ഇവൻ ഫോൺ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ബാലേട്ടാ, ഞാൻ പള്ളിക്കുന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ മുകളിൽ നസീർക്ക് കുടുങ്ങിയിട്ടുണ്ട്, നസീറിനെ രക്ഷപ്പെടുത്തണം, ബാക്കിയുള്ളവരൊക്കെ ഞാൻ ഒരുവിധ ആൾക്കാരൊക്കെ ഞാൻ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ജീപ്പ് കൊണ്ട് കിട്ടുന്ന ആളുകൾ ബംഗ്ലാവിലാക്കിയിട്ടുണ്ട്. ഞങ്ങൾ പ്രജീഷിനെ പിന്നെ വിളിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴേക്കും രണ്ടാമത്തെ പൊട്ട് പൊട്ടുന്ന സൗണ്ട് കേട്ടു. അപ്പോൾ പ്രജീഷ് പറഞ്ഞു, ഞാൻ നസീർഖാൻ്റെ വീടിൻ്റെ അവിടെ എത്താറായി എന്ന് മാത്രം ഫോൺ മാത്രം എനിക്ക് കേട്ടുള്ളൂ, പിന്നെ ഒന്നും കണ്ടില്ല. പിന്നെ അവിടുന്ന് ഇപ്പോൾ കണ്ട ദൃക്സാക്ഷികൾ അതിൻ്റെ മേലുള്ളവർ പറഞ്ഞു പുഴയിലൊരു ടോർച്ചും ഫ്രണ്ടിലൊരു കൈയും മുന്നോട്ട് പോകുന്നത് കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ കയ്യിലൊരു വലിയ ടോർച്ചുണ്ട് എപ്പോഴും, ആ ടോർച്ചാണ് ഉപയോഗിച്ചത്. അവൻ ഈ നാടിൻ്റെ ഏറ്റവും വലിയൊരു സ്വത്താണ്. കാരണം എൻ്റെയൊക്കെ ഏറ്റവും അടുത്ത സുഹൃത്ത് മാത്രമല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടപ്പെട്ടൊരാൾ. അവൻ അമ്മയുടെ അടുത്ത് ഞങ്ങൾ പോയിട്ട് അവൻ മരിച്ചു എന്ന് പറയുന്ന സങ്കടം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അയാളെ ഓർക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വലിയൊരു വേദനയാണ്. കാരണം എന്താ പറയുക, ഈ നാടിന് ഞങ്ങൾക്കില്ലല്ലോ. അവൻ്റെ വീടിരിക്കുന്ന സ്ഥലം പോലും. ചൂരൽമലയിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് ഹണി തങ്കപ്പനൊപ്പം റിപ്പോർട്ടർ അർജുൻ മട്ടന്നൂർ, ഇൻ റിപ്പോർട്ടർ.